പി വി അൻവറിന് യു ഡി എഫിലേക്ക് പ്രവേശിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായിട്ട് പോകാൻ പറ്റില്ല. കാരണം തൃണമൂൽ കോൺഗ്രസിനെ യു ഡി എഫിൽ പ്രവേശിപ്പിക്കുക എന്ന് പറയുന്നത് മറ്റ് യു ഡി എഫുമായിട്ട് വളരെയധികം സഹകരിച്ച് നിൽക്കുന്ന RMP പോലുള്ള കക്ഷികളുണ്ട്. ആ കക്ഷികളൊക്കെ പുറത്തു നിൽക്കുമ്പോൾ കേരളത്തിൽ കാര്യമായ വേരോട്ടമില്ലാത്ത പി വി അൻവറിന്റെ ഒരു സാന്നിധ്യത്തിൽ മാത്രം നിൽക്കുന്ന ഒരു പാർട്ടിയെ മുന്നണിയിൽ ഘടകകക്ഷിയാക്കുക എന്ന് പറയുന്നത് വലിയ നാണക്കേടായിട്ട് മാറും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ നിതാന്ത ശത്രുവാണ് മമതാ ബാനർജി. അവര് ഇന്ത്യ സഖ്യത്തിലൊക്കെ ഉണ്ടെങ്കിൽ പോലും ഭീകരമായ രൂപത്തിൽ സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയൊക്കെ തുടർച്ചയായിട്ട് വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. കോൺഗ്രസിന്റെ ഇന്ത്യ സഖ്യത്തിന്റെ നേതൃത്വം കോൺഗ്രസിൽ നിന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട ആളാണ് അവര്. അങ്ങനെയുള്ള ഒരു പാർട്ടി നേതാവിന്റെ കീഴിലുള്ള കേരളത്തിന്റെ ഘടകത്തെ അത് UDF സഖ്യകക്ഷിയാക്കി എടുക്കുക എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമായിട്ട് മാറും. പക്ഷേ പി വി അൻവർ എന്ന് പറയുന്ന ഇപ്പോഴത്തെ സ്ഥിതി അവസ്ഥയിൽ LDF അടിക്കാൻ പറ്റിയ ഏറ്റവും നല്ല വടി അത് ഉപേക്ഷിക്കാനും പറ്റില്ല. ആ ഒരു അവസ്ഥയിലാണ് പി വി അൻവറിനെ മുന്നണിയിലേക്ക് എടുക്കാം. പക്ഷെ അദ്ദേഹം ഈ തൃണമൂൽ കോൺഗ്രസ് ആയിട്ടല്ലാതെ മറ്റേതെങ്കിലും തരത്തിൽ വരണമെന്ന് പറയുന്നത് അവര് പറയുന്നതനുസരിച്ച് CMPയുടെ ഭാഗമായിട്ട് അദ്ദേഹം മാറിക്കഴിഞ്ഞു. CMPയിൽ അദ്ദേഹം ചേർന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അദ്ദേഹം മുന്നണിയിലെത്തും. അദ്ദേഹത്തിന്റെ നേതാവാൻ സാധ്യതയുണ്ട്. CMPയിൽ ഇപ്പോ കാര്യമായിട്ട് നേതാക്കന്മാർ അത്രയും ഇല്ലാത്തത് കൊണ്ട് പി വി അൻവറിന് ആ പാർട്ടിയുടെ ഏറ്റവും ഉന്നതമായ നേതൃത്വത്തിലേക്ക് പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ചുകൊണ്ടാണ് പറയുന്നത്. അൻവറിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അൻവറിന് ഇന്ന പാർട്ടിയൊന്നുമില്ല. അൻവറിന് ചില താല്പര്യങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെയാണുള്ളത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ അദ്ദേഹത്തിന് പിണറായി വിജയനെ തകർക്കുക അല്ലെങ്കിൽ LDF തകർക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. നേരത്തെ കോൺഗ്രസിനെ തകർക്കുക എന്നുള്ളതായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിനോട് ഒരിക്കൽ പോലും രാഷ്ട്രീയപരമായിട്ട് യോജിച്ചു പോവാത്ത ചേർന്ന് അദ്ദേഹം പ്രവർത്തിച്ചത്. ഇപ്പോഴ് അദ്ദേഹത്തിന് കോൺഗ്രസിലേക്ക് പോകാന്ന് പറയുന്നത് അത്ര എളുപ്പമാവില്ല. അതിനേക്കാൾ കൂടുതൽ അദ്ദേഹം പക്ഷെ സ്വീകരിക്കാൻ സാധ്യതയുള്ളത് CMPയുടെ ഭാഗമാവുക എന്നുള്ളതായിരിക്കും. അപ്പോഴും ഈ അൻവറിനെ വിശ്വസിച്ചിട്ട് കുറെ പേര് ഈ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ടല്ലോ. അപ്പൊ അവർക്കൊക്കെ ഉണ്ടാവുന്ന ഒരു പ്രശ്നം അദ്ദേഹത്തിന് മാത്രമായിട്ടുള്ള ഒരു പ്രവേശനമാണോ കിട്ടുക എന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും അൻവറിന് ഇതൊരു നേട്ടം തന്നെയായിരിക്കും. കാരണം UDF പ്രവേശനം എന്ന് പറയുന്നത് ഒരു വലിയ കടമ്പ അദ്ദേഹത്തിന് മുന്നിൽ തുറന്നിരിക്കുകയാണ്. അല്ല, ആ കടമ്പ മാറിയിരിക്കുകയാണ്. സ്വാഭാവികമായിട്ട് അൻവറിന് വലിയ നേട്ടമാണ് ഉണ്ടാവുക. അത് UDF എത്രമാത്രം ഗുണം ചെയ്യും എന്നുള്ളത് ഭാവിയിൽ നമ്മൾ കാണേണ്ട കാര്യമാണ്. ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് അടക്കം ഈ അടുത്തു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ ഒരു ഘട്ടത്തിൽ നോക്കുമ്പോൾ പി വി അൻവർ UDF പോവുകയും ഈ സീറ്റ് വെച്ച് അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിലപേശാനില്ല എന്ന് പി വി അൻവർ പറയുമ്പോഴും അത്തരത്തിൽ ഒരു നീക്കം അതുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ ഈ നിലമ്പൂരിൽ? അല്ല, നിലമ്പൂരിൽ സ്വാഭാവികമായിട്ടും പി വി അൻവർ UDF സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അൻവറിന്റെ ഇപ്പോഴത്തെ മുഖ്യ ശത്രു LDF പിണറായി വിജയനുമാണ്. സ്വാഭാവികമായിട്ടും അവരെ തോൽപ്പിക്കുക എന്ന് പറയുന്ന ദൗത്യം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് UDF പരോക്ഷമായിട്ടെങ്കിലും അധികം പിന്തുണ കൊടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അത് ആ ഒരു സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ നിലമ്പൂർ എന്ന് പറയുന്ന LDF മണ്ഡലമൊന്നുമല്ല. അവിടെ UDF പ്രശ്നങ്ങൾ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുന്ന തന്ത്രത്തിലൂടെയാണ് ഇപ്പം അൻവറിനെയൊക്കെ ഇപ്പുറത്തേക്ക് എടുത്തുകൊണ്ട് അങ്ങനെയാണ് LDF അവിടെ ജയിച്ചത്. അപ്പൊ സ്വാഭാവികമായിട്ട് അൻവർ പോകുന്നു, ഭരണവിരുദ്ധ വികാരം ഉണ്ടാവുകയാണ്. അതും കൂടി ചേർന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും UDF അനുകൂലമായിട്ട് മാറാവുന്ന ഒരു മണ്ഡലം. അത് സ്വാഭാവികതയാണത്. ആ ഒരു സാധ്യതയുണ്ട്. അത് തകർക്കാൻ അൻവർ എന്തായാലും തയ്യാറാവില്ല. തകർക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം അൻവറിന് UDF LDF ഒരു മുന്നണിയിലും പച്ച പിടിക്കാൻ പറ്റില്ല. മാത്രമല്ല അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി എന്ന് പറയുന്നത് അതോടുകൂടിയിട്ട് ഇല്ലാതാവും. അപ്പൊ നിലമ്പൂരിന്റെ കാര്യത്തിൽ അൻവർ UDF ഭാഗമാകുന്നുള്ളതിൽ ഒരു സംശയമില്ല. പക്ഷേ മുന്നണി പ്രവേശനം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആവശ്യം, ആ ആവശ്യം പിന്നെ ഇത്തരത്തിൽ TMCയുടെ ഭാഗമായിട്ട് എടുക്കുക എന്ന് പറയുന്ന നിഷേധിച്ചു കഴിഞ്ഞാൽ പോലും അൻവർ അടുത്ത ഓപ്ഷൻ വെച്ചുകൊണ്ട് പോകും. നമുക്കറിയാമല്ലോ, ഈ DMK എന്ന് പറഞ്ഞ അദ്ദേഹം പാർട്ടി രൂപീകരിച്ചു. അവിടെ പച്ചപിടിക്കില്ല എന്ന് കണ്ടപ്പോൾ അതൊരു സാംസ്കാരിക സംഘടനയാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ അതുകൊണ്ട് മൂക്കൊണ്ട് കാര്യമില്ല എന്ന് കണ്ടപ്പോഴാണ് അദ്ദേഹം ഈ TMCയുടെ പല ഭാഗത്ത് അദ്ദേഹം ഒരേ സമയത്ത് വിലപേശിക്കൊണ്ടിരുന്ന ആളാണ്. അപ്പം വിലപേശിയിട്ട് തനിക്ക് അനുകൂലമായ രൂപത്തിൽ കാര്യങ്ങൾ
കൊണ്ടുപോകാൻ നല്ലൊരു കച്ചവടക്കാരനായതുകൊണ്ട് അൻവറിന് ആ വ്യാപാര തന്ത്രം കൃത്യമായിട്ട് അറിയാം. അത് അൻവർ ഇവിടെ നടപ്പാക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.